മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം മരക്കൂട്ടം വരെ വരി നീണ്ടു. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. ശ്രീകാന്ത് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. ശ്രീകാന്ത്, സന്ധ്യയായിരിക്കുന്നു. ഇപ്പോൾ തിരക്ക് കൂടുന്നുണ്ടോ ഭക്തജനങ്ങളുടെ? നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചു, ഈ മകരജ്യോതി ദർശനത്തിന് എത്തിയ ഭക്തർ മറ്റ് ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ ടെൻറ്റുകൾ കെട്ടിയൊക്കെ താമസിക്കുന്നു. അവിടെ തിരക്ക് കൂടുന്ന ഒരു കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോഴത്തെ ഒരു വിവരങ്ങൾ എന്താണ്? മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ സന്നിധാനത്തും അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലും ഒക്കെയായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കലിൽ പാർക്കിംഗ് സൗകര്യം ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. പമ്പയിൽ ഘട്ടം ഘട്ടമായി തീർത്ഥാടകരെ കടത്തിവിടുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും. ഇനി സന്നിധാനത്തേക്ക് സാധാരണഗതിയിൽ ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയധികം തിരക്ക് കാണാനില്ല. സാധാരണഗതിയിൽ ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ തലേ ദിവസം ഇത്രയധികം തീർത്ഥാടകരല്ല ഇവിടേക്ക് കടന്നു വരേണ്ടത്. ഇതിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷേ അത്ര വലിയ തിരക്ക് ഈ തലേ ദിവസം കാണാനില്ല എന്നുള്ളത് ഇവിടെ ജോലി നോക്കുന്ന പോലീസിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും തെല്ലൊരാശ്വാസം പകരുന്നതാണ്. അതേസമയം തന്നെ ഇന്നലെ മുതൽ ഇവിടെ പർണശാല കെട്ടി കാത്തിരിക്കുന്ന ഭക്തർ ധാരാളമുണ്ട്. ആയിരക്കണക്കിന് ഭക്തർ 10 വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ വ്യൂ പോയിന്റുകളിലായി പർണശാല കെട്ടി കാത്തിരിക്കുകയാണ് നാളത്തെ പ്രധാനപ്പെട്ട ദിവസത്തിന് വേണ്ടി. ശ്രീകാന്താണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ശബരിമലയിൽ മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്.